ഹലോ, നമസ്കാരം കൂട്ടുകാരെ. കുറച്ച് നാളായിട്ട് കാത്തിരുന്ന ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല വേക്കൻസിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നമ്പർ 1 ഗവൺമെന്റ് ബാങ്ക് നിങ്ങൾക്കറിയാം. അവിടെ പ്രൊവിഷണൽ ഓഫീസറുടെ PO SBI PO റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ട് വായിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ തംബ്നെയിലിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് തംബ്നെയിൽ നോക്കി മനസ്സിലാവും. പക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളാണ്. ആ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേജ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ സമ്മറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഈ സമ്മറി മൊത്തം കാണുവാൻ ശ്രമിക്കുക. സമ്മറി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. സമ്മറി നിങ്ങൾ നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മാച്ച് ആകുന്നുണ്ടോ, നിങ്ങളുടെ ഏജ് മാച്ച് ആകുന്നുണ്ടോ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ മാത്രം നോട്ടിഫിക്കേഷൻ നോക്കുക. കാര്യം നോട്ടിഫിക്കേഷനിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു സമ്മറിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ആദ്യം നിങ്ങൾ കാണുക. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഇത് ആദ്യം കാണുക. ഈ സമ്മറി നിങ്ങൾ നോക്കുക. സമ്മറിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അത്രയും സമയം ലാഭം കിട്ടും. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. SBI PO റിക്രൂട്ട്മെന്റ് 2026 ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആണ് നിങ്ങളുമായിട്ട് പറയുന്നത്. പക്ഷെ സമ്മറി രീതിയിലാണ്. ഓർഗനൈസേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. ഇത് പോസ്റ്റ് നെയിം എന്ന് പറയുന്ന പ്രൊവിഷണറി ഓഫീസറിന്റെ പോസ്റ്റാണ്. പ്രൊവിഷണറി ഓഫീസർ. ടോട്ടൽ വേക്കൻസീസ് 1500 വേക്കൻസി ഉണ്ട്. ഇതിൽ നമ്മുടെ കേരളത്തിലും ഉണ്ട്. പക്ഷെ അവർ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. കേരളത്തിൽ ഏതേത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് ലൊക്കേഷനിലാണെന്ന് പറയുന്നില്ല. ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. അതിൽ കേരളത്തിലെ വേക്കൻസി ഉണ്ട്. പ്രത്യേകിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്. നമ്മുടെ വീടിനടുത്ത് തന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്ന 18-ാം തീയതി. ഇന്നലെ ഇത് തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് 8-ാം തീയതി ജൂലൈ വരെയുണ്ട്. 8 ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ, നിങ്ങൾ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ക്യാൻ ആൾസോ അപ്ലൈ. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞാൽ ഫൈനൽ ഇയർ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ജോയിൻ ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സമ്മറി രീതിയിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയി 10-55 പേജുള്ള ആ നോട്ടിഫിക്കേഷൻ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നോക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 21 വയസ്സായിരിക്കണം. അതുപോലെ തന്നെ 30, 21-നും 30-നും ഇടയിലുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് 5 വർഷത്തെ ഉണ്ട്. OBCക്ക് 3 വർഷത്തെ ഉണ്ട്. PWBDക്ക് 10 വർഷത്തെ ഉണ്ട്. എക്സ് സർവീസ്മാൻ ആസ് പെർ SBI റൂൾ അനുസരിച്ചുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ OBC EWSന് 750 രൂപയാണ്. SC ST PWDക്ക് ഫീസ് ഒന്നുമില്ല. നിങ്ങളുടെ സാലറി ഡീറ്റെയിൽ എന്ന് പറയുന്നത്, ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് 48,480 ബേസിക് പേ ആണ്. 4 അഡ്വാൻസ് ഇൻക്രിമെന്റ് കൂടെ ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. നിങ്ങളുടെ അപ്രോക്സിമേറ്റ് CTC ഒരു വർഷത്തെ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 20.43 lakhs ഒരു വർഷത്തെ എന്ന് പറയുമ്പോൾ ഒരു മന്ത്ലി നമ്മുടെ സാലറി എന്ന് പറയുന്നത് 80,000 രൂപയോളം നമുക്ക് സാലറി കിട്ടും. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ സാലറി കൂടാതെ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ആണ്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാകുന്ന, നിങ്ങൾക്ക് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ആയാൽ നിങ്ങൾക്ക് എന്തെല്ലാം അവിടുന്ന് അലവൻസ് കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള ബെനിഫിറ്റ് എന്താണ്, സാലറി കൂടാതുള്ള ബെനിഫിറ്റ് എന്താണ്. ഇവിടെ DA നിങ്ങൾക്ക് കിട്ടും. ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. സിറ്റി കമ്പൻസറി അലവൻസ് ഉണ്ട്. മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. ലീവ് ഫെയർ കൺസെഷൻ ഉണ്ട്. പെൻഷൻ NPS ഉണ്ട്. ലീസ് റെന്റൽ ഫെസിലിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സാലറി കൂടാതെ കിട്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേജ് 1 പ്രിലിമിനറി എക്സാം ഉണ്ട്. നിങ്ങൾക്ക് 2 എക്സാം ഉണ്ട്. സ്റ്റേജ് 1 എന്ന് പറയുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, റീസണിങ് എബിലിറ്റി. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏതൊക്കെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഏതാണ്, റീസണിങ് എബിലിറ്റി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിൻ എക്സാമിനേഷൻ ഉണ്ട് നിങ്ങൾക്ക് 2ാമത്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ അനലൈസിക് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ജനറൽ എക്കണോമി, ബാങ്കിങ് അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്,
ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ടെസ്റ്റ്. നിങ്ങളുടെ എക്സാം ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, 2 എക്സാം ഉണ്ട്. നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അക്രോസ് ഇന്ത്യ, ആൾ ഓവർ ഇന്ത്യയിലാണ്. കേരള ബ്രാഞ്ചസിൽ ഇൻക്ലൂഡിംഗ് കേരള ബ്രാഞ്ചസ്, അക്രോസ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് കേരള ബ്രാഞ്ചിലും ഇതിന്റെ വേക്കൻസി ഉണ്ട്. ഇവിടെ പറയുന്നത് SBI ഹാസ് അനൗൺസ്ഡ് ആൾ ഇന്ത്യ വേക്കൻസീസ് 1500. സെപ്പറേറ്റ് സ്റ്റേറ്റ് വൈസ് ഓർ കേരള സ്പെസിഫിക് വേക്കൻസി ഡീറ്റെയിൽ ഹാവ് നോട്ട് ബീൻ പബ്ലിഷ്ഡ്. ഇവര് ഓരോ സ്റ്റേറ്റിന്റെ സെപ്പറേറ്റ് ഇവര് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ആൾ ഓവർ ഇന്ത്യയുടെ 1500 വേക്കൻസി ഉണ്ട്, ഇൻക്ലൂഡിംഗ് കേരളയുടെ വേക്കൻസിയാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ചെറിയ ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രഷറിന് ഇതിനകത്ത്, ഞാനത് പറയാൻ മറന്നുപോയി, പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് നിങ്ങൾക്ക് 21 തൊട്ട് 30 വയസ്സ് വരെയാണ്. സാലറി നിങ്ങൾക്ക് 48,480 ബേസിക് പേ ആണ് നിങ്ങളുടെ. CTC ഒരു 80,000 രൂപ അപ്രോക്സിമേറ്റ്. 1500 വേക്കൻസി ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് 8 ജൂലൈ ആണ്. കേരള കാൻഡിഡേറ്റ് എലിജിബിൾ, നോ എക്സ്പീരിയൻസ് റിക്വയർഡ്. അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് പരീക്ഷ എഴുതണം. ആ പരീക്ഷ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം. SBI-PO 2026 എക്സാം സെന്റർ ഇൻ കേരള. ആലപ്പുഴ സെന്റർ ഉണ്ട്, കണ്ണൂരുണ്ട്, കൊച്ചിയുണ്ട്, എറണാകുളമുണ്ട്, കൊല്ലമുണ്ട്, കോട്ടയമുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറമുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക്, ഇത്രയും ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ഇത്രയും ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ലൊക്കേഷനിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. നിങ്ങളുടെ വീടിനടുത്തുള്ള ലൊക്കേഷൻ തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സമ്മറി. നിങ്ങൾ സമ്മറി നോക്കി, നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ ഞാൻ അതിന്റെ ആ ഒരു സമ്മറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഈ സമ്മറി കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ ലിങ്ക്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു ഇവരുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, ഇവിടെ SBI എന്ന് പറയുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ വന്ന്. ഇവിടെ നിങ്ങൾ ഈ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ നോക്കണം. നിങ്ങൾക്ക് ഇത് യോജിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ഇത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഈ വേക്കൻസി നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് കേഡറിന്റെ വേക്കൻസി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞു വന്ന, അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഇവിടെ രണ്ടാമത് നിങ്ങൾ സെക്കൻഡിലുണ്ട് എൻഗേജ്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡറിന്റെ താഴെ റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊവിഷണറി ഓഫീസർ എന്നുണ്ട്. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് SBIയുടെ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം, ഡൗൺലോഡ് അഡ്വർടൈസ്മെന്റ്, ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്ന്, ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഇച്ചിരി വലുതായിട്ട് കാണിക്കാം. ഇപ്പൊ താഴോട്ട് വരും. ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസേഴ്സ്, അഡ്വൈസേഴ്സ്മെന്റ് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ട് വരും. നിങ്ങൾ ഇവിടെ നോക്ക്. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് കാര്യം, ഇവിടെ വേക്കൻസിയുടെ കാര്യം പറയുന്നുണ്ട്. കാറ്റഗറി വൈസ് ആണ്. SC STക്ക് എത്രയാണ്, OBC എത്രയാണ്, EWS എത്രയാണ്, UR എത്രയാണ്, ടോട്ടൽ ആ ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 1500 വരുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ വീണ്ടും നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ നിങ്ങളുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ക്ലിക്ക് ചെയ്ത് നമ്മൾ നോട്ടിഫിക്കേഷനിൽ പോയ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്ലൈ ഓൺലൈനിൽ നിന്ന്. നിങ്ങൾ അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തെ ഇവിടെയും വീണ്ടും പറയുന്നുണ്ട് ഒരു കമൻസ്മെന്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ. ഇതിന്റെ രജിസ്ട്രേഷൻ 18/6. ഓൺലൈൻ ഫീസ് ഉണ്ട് നിങ്ങൾക്ക് 750 രൂപ. ഞാൻ പറഞ്ഞത് 18 തൊട്ട് 8 ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ നല്ല വേക്കൻസിയാണ്. ആരും നിങ്ങൾ ഉപേക്ഷ വിചാരിക്കും. നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പാസ്സായ ഒരാൾക്ക് 80,000 രൂപ ശമ്പളത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ബാങ്കിൽ ജോലി കിട്ടുന്ന സാഹചര്യം അത് ഉപേക്ഷിക്കരുത്. അപ്പൊ നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 6 കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഒന്ന് ബേസിക് ഇൻഫോർമേഷൻ ആണ്. പിന്നെ ഫോട്ടോയുണ്ട്, നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കണം, ഡീറ്റെയിൽ അവരെന്താ ചോദിക്കുന്ന ഡീറ്റെയിൽ കൊടുക്കണം, പ്രിവ്യൂ കാണണം, അപ്ലോഡ്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം, നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം. ഈ ഒരു 6 കാര്യം ചെയ്താലേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇവിടെ നിങ്ങളുടെ ഈ പേരും നാളും ഒക്കെ കൊടുക്കണം. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പൊ ഇനി ആർക്കെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ അറിയത്തില്ല, നിങ്ങൾ പറയുക അപ്ലൈ ചെയ്യുന്ന കാണിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് വീഡിയോ ചെയ്യും. പക്ഷെ കുറഞ്ഞൊരു 100 പേരെങ്കിലും എനിക്ക് കമന്റ് ചെയ്യണം. അല്ല ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്താൽ എനിക്കത് അത്ര
ശരിയാകത്തില്ല. കാര്യം ഒരുപാട് സമയം എടുക്കും അപ്ലൈ ചെയ്യും. ഒരു പ്രോബ്ലം വരും, പ്രോബ്ലം അത് സോൾവ് ചെയ്യണം, വീണ്ടും തിരിച്ച് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഈ അപ്ലൈ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.